നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് NSS SNDP ഐക്യം സംബന്ധിച്ച കാര്യമാണ്. NSSും SNDPയും ഐക്യത്തിൽ ഏർപ്പെടുന്നത് നല്ല കാര്യമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളീയ സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച ചരിത്രം ഈ രണ്ട് സംഘടനകൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന SNDPയും ഒപ്പം തന്നെ മന്നത്ത് പത്മനാഭൻ്റെ ആദർശം പിന്തുടരുന്ന NSSുമെല്ലാം തന്നെ അവരുടെ സമുദായങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസപരമായും ഒപ്പം തന്നെ സാമൂഹികപരമായുമുള്ള ഉന്നതി ഉണ്ടാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച കൂട്ടായ്മകളാണ്. അത്തരം സംഘടനകൾ നല്ല ഉദ്ദേശത്തോടുകൂടി ഐക്യപ്പെടുന്നത് എന്തായാലും സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ചില കാര്യം പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തുള്ള ഇത്തരമൊരു ഐക്യമെന്ന് പറയുന്ന കാഹളം മുഴക്കുന്നതിന് പിന്നിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടോ എന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് VD സതീശനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും എതിർക്കാനുള്ള ഒരു കൂട്ടായ്മയായി ഇത് വരുന്നു എന്നുള്ളത്. ഈ SNDPയും NSSും ഒക്കെ സമുദായ സംഘടനകൾ എന്ന രീതിയിൽ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിക്കുമ്പോഴും വർത്തമാനകാല സമൂഹത്തിൽ ഒരുപക്ഷെ അവരുടെ നേതൃതലത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന അവരുടെ പരാമർശങ്ങളൊക്കെ സമൂഹത്തിൽ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വസ്തുതാപരമായും ഒപ്പം തന്നെ വിമർശന വിധേയമായും പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരും പലപ്പോഴും UDF അധികാരത്തിലേറും എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ സമ്മർദ്ദ ശക്തികളായി വരുന്ന കാഴ്ച നമ്മൾ നേരത്തെയും തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവർക്ക് സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, ഒപ്പം തന്നെ കഴിയുന്ന മുന്നണിയാണ് UDF എന്നൊരു ധാരണ ആ പാർട്ടിയും ആ മുന്നണിയും നേരത്തെ തന്നെ അതിൻ്റെ ചരിത്രപരമായ ഇടനാഴികളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്കുള്ള സാധ്യത വരുമ്പോൾ ഇത്തരമുള്ള സമുദായ നേതാക്കൾ ഇങ്ങനെ തലപൊക്കി വരുന്നതും ചില വാറോലകൾ പുറപ്പെടുവിക്കുന്നതും എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ വെള്ളാപ്പള്ളിയും G സുകുമാരൻ നായരും ഒരുപോലെ നടത്തുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സർവേകളിൽ ഉൾപ്പെടെ പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള റിസൾട്ടിൽ ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ NSSും ഒപ്പം തന്നെ SNDPയും പോലുള്ള വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ G സുകുമാരൻ നായരും പോലുള്ള NSSന്റെയും SNDPയുടെയും നേതാക്കൾ ഇങ്ങനെ കോൺഗ്രസിനെയും VD സതീശനെയും എതിർത്ത് വരുന്നത് അത്തരം സാമുദായിക ശക്തികളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് UDFനെ സമ്മർദ്ദത്തിലാഴ്ത്തുക. കാരണം UDFന്റെ പലപ്പോഴും നേരത്തെ സ്വീകരിച്ചു വന്നിട്ടുള്ള അഴകുഴമ്പൻ നയം നിലപാടുകൾ അതിലേക്ക് അവരെ നയിച്ചുകൊണ്ട് തങ്ങൾക്ക് ഹിതകരമാകുന്ന രീതിയിൽ ഭരിക്കുന്നതിനുള്ള ഒരു സർക്കാരിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നൊരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അത്തരമൊരു സംശയത്തിന് ആ രാഷ്ട്രീയ നിരീക്ഷകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇത്തരം സാമുദായിക നേതാക്കൾക്ക് അവർക്ക് ഹിതകരമാകുന്ന രീതിയിൽ ഭരണം വന്നേ പറ്റൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് തങ്ങൾക്ക് അഹിതമായിട്ടുള്ള VD സതീശനെ അവർ എതിർക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ഉയരുന്നത്. കാരണം VD സതീശൻ പലപ്പോഴും സാമുദായിക നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. നേരത്തെ അത് പിണറായി വിജയനിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. ഇത്തരം സാമുദായിക നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുഖം എന്ന രീതിയിൽ ഇടതുപക്ഷത്ത് പിണറായി വിജയൻ നേരത്തെ അങ്ങനെ നിലകൊണ്ടിരുന്ന ഒരു നേതാവാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ VD സതീശൻ ഈ കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ സമീപകാലത്ത് വരെ അത്തരത്തിലൊരു ശക്തമായ നിലപാട് ഈ സാമുദായിക നേതാക്കൾക്കെതിരെ എടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ സാമുദായിക നേതാക്കൾക്ക് അനഭിമതനായത് എന്നുള്ള വസ്തുത പരിശോധിക്കപ്പെടണം. ഇത്തരത്തിൽ സാമുദായിക നേതാക്കളും സമുദായങ്ങളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെടുന്നത് ശരിയാണോ എന്ന് ജനാധിപത്യപരമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ആ സാമുദായിക നേതാക്കളുടെ വാറോലകളെ പുതിയ തലമുറയിലെ സമൂഹം, പുതിയ തലമുറയിലെ വോട്ടർമാർ വില വെക്കുമോ എന്നുള്ളത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിലും ഫലത്തിലുമൊക്കെയാണ് അത് പ്രതിഫലിക്കുക എന്ന് നമുക്ക് വ്യക്തമാകും.
കാരണം അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സാമുദായിക നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയ നേതാക്കൾ സാമുദായിക ശക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും പരസ്പരം ഭൂഷണമല്ല, അത് ജനാധിപത്യത്തിന് ഹിതകരമല്ല എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ NSSഉം SNDPയും ഉയർത്തുന്ന വാറോല അത് തെറ്റായ കാര്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നഖശിഖാന്തം തന്നെ അത് എതിർക്കപ്പെടണം. പ്രത്യേകിച്ച് NSS എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന ആ സാമുദായിക ശക്തിയോ അല്ല, അതിനപ്പുറത്തേക്ക് അതിന്റെ നേതൃതലത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള വാറോലകൾ പുറപ്പെടുവിക്കുന്നത് ഒരിക്കലും യോജിക്കാനാവാത്ത ഒരു കാര്യമാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ജനാധിപത്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നിലപാടിന് വിടുക, ജനാധിപത്യത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതിൽ സാമുദായിക നേതാക്കൾ സമുദായത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ, രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കട്ടെ എന്ന നല്ല ഒരു ചിന്താഗതി ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. അതിനുതകുന്ന തരത്തിലുള്ള ഒരു ഐക്യപ്പെടലാവട്ടെ NSSഉം SNDPയും തമ്മിലുള്ളത്, അല്ലാതെ കേവലം സമ്മർദ്ദത്തിന് വേണ്ടിയോ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായി അത് മാറാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.